നെക്സ്റ്റ് നമ്മൾ നേരെ ഇൻ്റർഫേസിലേക്ക് പോകാതെ ക്യാൻവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിലേക്ക് ഡയറക്റ്റായിട്ട് പോവുകയാണ്. അതാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സൈഡ് മെനുവിൽ നമുക്ക് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള മെനുവിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും. ക്യാൻവയുടെ ഏറ്റവും കീ ഫീച്ചറാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഡിസൈനും സ്ക്രാച്ച് എന്ന് ചെയ്തെടുക്കണ്ട. ഫ്രം സ്ക്രാച്ച് നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കണം എന്നില്ല. ഇതുപോലെ കാണുന്ന ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അതിൽ കസ്റ്റമൈസേഷൻസ് വരുത്തിയാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു ഡിസൈൻ എടുത്തു. ഇവിടെ ഒരു കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം എനിക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ടെക്സ്റ്റൊക്കെ മാറ്റിയിട്ട് അവിടെ എനിക്ക് വേണ്ട ടെക്സ്റ്റ് കൊടുത്തിട്ട് ഈവൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പോലും എനിക്ക് ചേഞ്ച് ചെയ്തിട്ട് എന്താക്കാൻ പറ്റും, ഈസി ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ക്യാൻവയിലുണ്ട്. ക്യാൻവൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. നമുക്ക് ഒരുപാട് ഡിസൈൻ സ്കിൽസ് ഉണ്ട്. അപ്പം ഈ മുകളിൽ കാണുന്ന ഒരുപാട് വിഡ്ജറ്റ്സ്, ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ ഒരു പ്രസൻറ്റേഷൻ നമ്മുടെ കാണുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ്, ഒരു PPT പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യണം. അതിന് നല്ല ടെംപ്ലേറ്റ്സ് നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ഈ പ്രോ എന്ന് കാണുന്നത് നമ്മൾ പ്രീമിയം പർച്ചേസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ അത് എടുത്തിട്ട് ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അടുത്തൊന്നാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. നല്ലൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇത് ഒരു ഇൻസ്പിറേഷൻസ് കൂടിയാട്ടോ, നമുക്ക് ഡിസൈൻ ഇൻസ്പിറേഷൻസ് കൂടിയാണ്. ഇവിടെ റെസ്യൂം കാണിച്ച് ചെയ്താൽ ഇപ്പോൾ പോസ്റ്റേഴ്സ്, നല്ല പോസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇതാ വെഡ്ഡിങ്ങിൻ്റെ ഒരു കാർഡ് കാണിക്കുന്നുണ്ട്. ഇത് ഡോക്യുമെൻറ്റ്സ്, ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ടെംപ്ലേറ്റ് എടുക്കാം. ലോഗോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നല്ല ഇൻസ്പിറേഷൻസും എടുക്കാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം റീൽസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സാണ് കാണിക്കുന്നത്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻ സ്കില്ലൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ബർത്ത്ഡേ സെർച്ച് ചെയ്യാണ്. ബർത്ത്ഡേ സെർച്ച് ചെയ്യുമ്പോൾ താഴെ ഇതാ ബർത്ത്ഡേ ഇൻവിറ്റേഷൻ എന്നൊക്കെ കാണിക്കുന്ന ഒരുപാട് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇൻവിറ്റേഷൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഏകദേശം 20,000 ടെംപ്ലേറ്റ്സാണ് അവിടെ കാണിക്കുന്നത്. അതായത് 20,000-ഓളം ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 20,000-ഓളം ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഫ്രീ ടെംപ്ലേറ്റ് എടുക്കുക. ഈ കാണുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്രീ ടെംപ്ലേറ്റ് എടുക്കുക. അതിലുള്ള ഫോട്ടോ, നെയിം, ഡേറ്റ് കാര്യങ്ങൾ മാറ്റിയിട്ട് നമ്മളെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അയാളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തത് മാറി. ഇപ്പം ഞാൻ വേറൊരു ഇത് സെർച്ച് ചെയ്തിട്ട് ഇപ്പം വേറെ എന്താ സെർച്ച് ചെയ്യുക, ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക്ഡിൻ പോസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാൻ. ഇതിൻ്റെ ഉപകാരം നമുക്ക് കറക്റ്റ് റേഷ്യോസ് കിട്ടും. ചില സമയത്ത് നമ്മൾ ഡിസൈൻ ചെയ്യും, പക്ഷെ നമ്മളതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ക്രോപ്പ് ചെയ്യേണ്ടി വരും. കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല സൈസ്, ആസ്പെക്ട് റേഷ്യോ. പക്ഷേ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഞാൻ ലിങ്ക്ഡിൻ എടുത്തു. അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടൊരു ഡിസൈൻ ആണെങ്കിൽ അത് കറക്റ്റ് റേഷ്യോ ഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതേപോലെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. ആ ടെംപ്ലേറ്റിൽ നമുക്ക് വേണ്ട ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഫിറ്റ് ചെയ്തിട്ട് കിട്ടും.